സുവിശേഷം 17-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17:5. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഇവിടെ വായിച്ചത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പേര് തന്നെ വിശ്വാസി എന്നാണ്. ദൈവമക്കളെ കുറിച്ച് പരസ്പരം വിളിക്കുന്ന പേര് വിശ്വാസി എന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വിശ്വാസത്തിന് പരാജയങ്ങൾ സംഭവിക്കാം. എന്നാൽ വിശ്വാസം വർദ്ധിച്ചു കിട്ടണമെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം അതാണ്, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു കിട്ടണം. നമ്മൾ പൊതുവെ പറയാറുണ്ട്, അപ്പോസ്തലന്മാർ മറ്റു വിഷയങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല, അത്ഭുതം ചെയ്യാൻ പഠിപ്പിക്കണമെന്നോ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ലെന്നും. അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ച ഒരു വിഷയം വിശ്വാസം വർദ്ധിക്കണമെന്ന്. കാരണം വിശ്വാസം വർദ്ധിച്ചാൽ ബാക്കി എല്ലാം ലഭിക്കും. വിശ്വാസം വർദ്ധിച്ചാൽ നമുക്ക് എല്ലാം ലഭിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന സെക്ഷൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടവിടാതെ അത് പ്രാർത്ഥനയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം വിശ്വാസത്തിന്റെ ചില അളവുകൾ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് കടുകുമണി വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസം. ഈ രണ്ട് വിശ്വാസമൊന്നും നമ്മൾ ഇതുവരെയും പ്രാപിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. കടുകുമണിയോളമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നേടുന്ന പല കാര്യങ്ങളെക്കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. കടുകുമണിയോളമുള്ള വിശ്വാസം. എന്താ കടുകുമണിയോളമുള്ള വിശ്വാസം? ഞാൻ ഇതിനെക്കുറിച്ച് കൊടുക്കാറുള്ളൊരു വ്യാഖ്യാനമുണ്ട്. കടുകുമണിയോളമുള്ള വിശ്വാസം പലരും പറയാറ് കടുകുമണി ചെറിയ മണിയാണ്, അത് പൂർണ്ണതയുള്ളതാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട് ചെറിയ കടുകുമണി അത് വളരെ വലിയ മരമായിട്ട് വളരുന്നു. എനിക്കതിനെ പറ്റിയൊന്നും അത്ര അറിയില്ല. എങ്കിലും അറിയുന്ന ഒരു കാര്യമുണ്ട്. കടുകുമണിയെ കുറിച്ച് എനിക്കറിയുന്ന കാര്യം, കടുക് തിളച്ച എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കും. അത് മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്ക് ശരിയായി അറിയാവുന്ന ഒരു ജ്ഞാനം അതാണ്. തിളച്ച എണ്ണയിലിടുമ്പോൾ അല്ലെങ്കിൽ ചൂടായ എണ്ണയിൽ കടുക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുന്നത് കാണാനായിട്ട് കഴിയും. ദൈവമക്കളെ, നമുക്ക് വേണ്ടുന്ന വിശ്വാസം അതാണ്. പ്രതികൂലം വരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം ഒന്ന് പൊട്ടിത്തെറിക്കണം. പൊട്ടിത്തെറിക്കുന്ന വിശ്വാസം നമുക്കുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഒന്നും കൂടെ പറയാം. എരിയുന്ന തീച്ചൂള അത് 7 മടങ്ങായി വർദ്ധിപ്പിച്ചപ്പോൾ എബ്രായ ബാലന്മാർ പൊട്ടിത്തെറിച്ചു. അവരുടെ വിശ്വാസം പൊട്ടിത്തെറിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവം രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ വിഗ്രഹത്തെ വണങ്ങില്ലെന്ന് പറഞ്ഞു. പൊട്ടിത്തെറിക്കുന്ന വിശ്വാസം, അതാണ് കടുകുമണിയോളമുള്ള വിശ്വാസം. നമുക്ക് പ്രതികൂലം വരുന്ന സമയത്ത് ഇതുപോലെ ഉറച്ചു പറയാൻ കഴിയുമോ? പണ്ട് ദൈവമക്കളൊക്കെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. രോഗം വന്നു കഴിഞ്ഞാലൊക്കെ അവർ പറയും, ഈ രോഗം വന്നിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, പക്ഷെ ഞാനൊരു വൈദ്യനെ കാണില്ല എന്നൊക്കെ അവർ പൊട്ടിത്തെറിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് അവർ വിശ്വാസം വർദ്ധിച്ച് അവർ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്ന വിശ്വാസം അത് എത്രത്തോളം ഉണ്ട്? നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ പറ്റിയെന്ന് വരാം. എന്നാൽ അവിടെ പറയുന്നത് പ്രതികൂലം വർദ്ധിക്കുന്ന സമയത്ത്, എണ്ണയൊന്ന് ചൂടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത്, നമുക്ക് മറ്റു വഴികൾ പലതും കിടക്കുമ്പോൾ നിന്റെ ദൈവം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം നമുക്ക് എപ്പോഴുണ്ടാകുന്നുവോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. മറ്റൊന്ന് മലകളെ നീക്കാൻ തക്കതായ വിശ്വാസം. മലകളെ നീക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നീട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അസാധ്യമായ കാര്യം അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളാണ് നാം പലപ്പോഴും വിശ്വസിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പരാജയം കിടക്കുന്നത്. അപ്പൊ വിശ്വാസം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത് ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല. ഒരു വിധത്തിലും സാധ്യമല്ല എന്ന് തോന്നുന്ന വിഷയങ്ങൾ ചിലത് നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ട്. ഇത് എൻ്റെ ജീവിതകാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ വിശ്വാസം വർദ്ധിച്ചു വന്നാൽ അതിനെ പറയുന്ന പേരാണ് മലകളെ നീക്കാൻ തക്കതായ വിശ്വാസം. മലയൊക്കെ നീങ്ങി അങ്ങ് ചലിച്ച് കാലൊക്കെ വെച്ച് നടന്നു പോകുന്നത് പോലെ അത് മാറിപ്പോകുന്നതൊക്കെ അത്രമാത്രം ഒരു വിശ്വാസം. അപ്പൊ വിശ്വാസത്തിന്റെ 2 അളവിലേക്ക് നമ്മൾ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനാ വിഷയം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്ന 4 സ്റ്റെപ്പിലാണ് അത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, എന്തുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണം? വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഉള്ള വിശ്വാസമൊക്കെ പോലെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു 6-7 കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? എന്തെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിശ്വസിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതൊരു 7 കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. എന്തെല്ലാം വിശ്വസിക്കേണ്ട 7 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ വിശ്വാസികൾ വിശ്വസിക്കേണ്ട 7 കാര്യങ്ങളെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ വരികയാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കാം?
വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള 7 മാർഗങ്ങൾ പറയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കില്ല. സമയമുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന 10 കാര്യങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ പൂർണ്ണമാകും. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ഒരു പാറ്റേൺ. അതുകൊണ്ട് ആദ്യമായിട്ട് വിശ്വാസം വർദ്ധിക്കണം. എന്തുകൊണ്ടാണ് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്? അതിന്റെ കാരണം എന്താണ്? അതിനെക്കുറിച്ചൊരു 7 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ പറഞ്ഞു തരാം. അതൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സമയത്തിന്റെ പരിമിതിയിൽ തന്നെ നിർത്തുവാനും താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ന്റെ 8-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 8. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞു. അതായത് കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ആസന്നമായി വരുന്തോറും വിശ്വാസം ചോർന്നു പോകുമെന്നാണ് എൻ്റെ അർത്ഥം. വിശ്വാസം കണ്ടെത്താൻ പോലും ഇല്ല. വിശ്വാസി എന്ന് പേരേ ഉള്ളൂ, അവരിലെല്ലാം അവിശ്വാസം നിറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയല്ലേ? നമ്മുടെ അവസ്ഥയെക്കുറിച്ചല്ലേ പറയുന്നത്? കർത്താവിന്റെ വരവ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പേരിൽ നമ്മൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് വിശ്വാസം വർദ്ധിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം കിടക്കുന്നത്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? വിശ്വാസം കണ്ടെത്താൻ പോലും ഇല്ലാത്ത വിധത്തിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വിശ്വാസം. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 22-32 വായിക്കുന്നത്, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതെ ഇപ്പൊ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പത്രോസിനോടുള്ള കാര്യത്തിൽ ബന്ധത്തിൽ യേശു പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ വിശ്വാസം പോയി പോകാനുള്ള സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് വിശ്വാസം ചോർന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. പത്രോസിന്റെ വിശ്വാസം നല്ല വിശ്വാസമുണ്ട്, സംഭവം ശരിയാ. എന്നാൽ യേശുവിനെ ക്രൂശിക്കാനായി കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അകലം വിട്ട് അനുഗമിക്കാൻ തുടങ്ങി. വിശ്വാസം ഒന്ന് ചോർന്നു പോകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തള്ളിപ്പറയാനായിട്ട് സാധിച്ചു, തള്ളിപ്പറയാനിട വന്നു. ഇതിന് കാരണം എന്താ? അപ്പൊ വിശ്വാസം പോയി പോകാനുള്ള സാഹചര്യമുണ്ട്. എപ്പോഴാണ് പോകുന്നത്? സാഹചര്യം മാറുമ്പോൾ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു ശക്തി ഇല്ലാതെ വരുമ്പോൾ, പലരും പറഞ്ഞ പല കാര്യങ്ങൾ കേട്ട് നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ വന്നിരിക്കുന്ന ചില വ്യതിയാനങ്ങൾ നിമിത്തം നമ്മുടെ വിശ്വാസം പോയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഇടവന്നത്. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ കൂടെ നടന്നവരാ പറഞ്ഞത്. യേശുവിന്റെ കൂടെ നടന്നാൽ പോലും വിശ്വാസം ചിലപ്പോ നമുക്ക് വേണ്ട വിധത്തിൽ വർദ്ധിച്ചു വരുന്നില്ല. കാരണം യേശു പറഞ്ഞ വിശ്വാസത്തിന്റെ ലെവലിലേക്ക് അവർക്ക് കയറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞത്. മൂന്നാമത്തത് 2 തെസ്സലോനിക്കർ 3-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 2 തെസ്സലോനി ചാപ്റ്റർ 3 വേഴ്സ് 2. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. അപ്പോ അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം, വിശ്വാസം എല്ലാവർക്കും ഇല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസം എല്ലാവർക്കും ഇല്ല ഈ കാലഘട്ടത്തിൽ. ഈ പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞത് ദൈവവിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ലോകപ്രകാരം പലർക്കും പല വിശ്വാസമുണ്ട്. ഇപ്പൊ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഡ്രൈവർ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ബസ്സിൽ കയറിയത്. ഈ ഡ്രൈവർ കൊണ്ട് ഇടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബസ്സിൽ കയറില്ല. വിമാനത്തിൽ കയറുന്നത് ഒരു അപകടം കൂടാതെ എത്തുന്നുള്ളൊരു വിശ്വാസം തോന്നുന്നതുകൊണ്ടാണ്. ധൈര്യത്തിൽ ആ പൈലറ്റിനെ അത് ഓടിക്കാൻ അറിയും എന്നുള്ള വിശ്വാസം, അയാൾ കൊണ്ട് എത്തിക്കുന്നുള്ള വിശ്വാസം, അതൊക്കെ കൊണ്ടാണ് നമ്മൾ പ്ലെയിനിൽ കയറുന്നത്. ആ വിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്, ദൈവവിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ അത് എല്ലാവർക്കും ഇല്ല, ദൈവവിശ്വാസമൊന്നും ഇല്ല. ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ നമുക്ക് ലഭിച്ച വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതൊന്ന് വർദ്ധിച്ചു കിട്ടണം. സാഹചര്യവശാൽ മറ്റു പലരുടെയും സ്വാധീനത്താൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ശക്തമായി എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് 4-ാമത്തെ കാര്യം പറയാം. 1 തിമോഥെയോസ് 4-ന്റെ 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 1 തിമോഥെയോസ് 4-1 പറയുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറയുന്നു. അപ്പം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്. ഇപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറയണം. വ്യാജാത്മാവിന്റെ പ്രവചനവുമായിട്ട് അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്ന ചില കപടങ്ങളൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് വിശ്വാസം ചോർന്നു പോകും. ദൈവവചനം എന്ന് പറഞ്ഞ പേരിൽ പലതും പ്രചരിച്ച് വരുമ്പോ ഇത് സത്യമാണോ, അത് സത്യമാണോ എന്നൊക്കെ തോന്നി എന്ത് സംഭവിക്കും? വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ 4-ാമത്തെ കാരണം, ബോഷ്ക്ക് പറയുന്ന വിശ്വാസം ത്യജിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ
പലരുടെയും ഉപദേശങ്ങൾ പെരുകി പെരുകി വരുന്ന സമയത്ത് ദൈവകൃപ വിട്ട് വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിശ്വാസം ത്യജിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ 5-ാമത്തെ കാര്യം 1 തിമോത്തി 5:8 5:8 തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായി തീർന്നിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ. ഇന്നത്തെ ഒരു ചിന്താഗതിയാണ് അധ്വാനിക്കാതെ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായി തീർന്നിരിക്കുന്നു. എനിക്ക് പരിചയമുണ്ട്. ഞാനൊരു സന്ദർഭം പറയാം. ഒരു സഭയിൽ കൂടി വന്നിരുന്ന ഒരു സഹോദരനെ അധ്വാനിക്കാൻ പോകത്തിന് മടിയാ. പെയിന്ററായിരുന്നു. പെയിന്റിങ് ജോലിക്ക് 2 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം പോവില്ല. അദ്ദേഹത്തിന് മടിയാ. ശരീരമൊക്കെ വേദനയാന്നൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കിട്ടിയ പൈസ കൊണ്ട് ഫുഡ് അടിച്ച് തീർക്കും. ഒരു കാരണവശാലും മുന്നോട്ട് പോവില്ല. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു നല്ല കാര്യം തോന്നി. പാസ്റ്ററൊക്കെ ജീവിക്കുന്ന പോലെ ജോലിയൊന്നും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഭാര്യയൊക്കെ ആയിട്ട് ബൈക്കിലൊക്കെ ഒന്ന് പോയി വീടുകളൊക്കെ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ചോദ്യം വന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ തൊട്ട് പാസ്റ്ററാണെന്ന് പറഞ്ഞ് സ്വന്തം കൈയെടുത്ത് തലയിൽ വെച്ച് അങ്ങ് പാസ്റ്ററായി. സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വൻ പരാജയമായി മാറി. ഞാൻ വ്യക്തമായി പറഞ്ഞു, സഹോദര, ദൈവം ശുശ്രൂഷയ്ക്കാക്കാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്, പരാജയമായി തീരുമെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാകാതെ മുന്നോട്ട് പോയി. അവസാനം സംഭവിച്ചത് വലിയൊരു അപകടത്തിലൊക്കെ പെട്ടു. പിന്നെ ശാരീരികമായി ക്ലേശങ്ങളായി. അവസാനം വളരെ അവിശ്വാസിയേക്കാൾ അധമനായി തീരേണ്ട ഒരു ഗതികേടായിട്ട് വന്നു. ലോട്ടറി കച്ചവടമൊക്കെ നടത്താനായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനായിട്ട് മാറി. പലരും പരിഹാസ വിഷയമായി മാറാനായിട്ടുണ്ട്. ഇതാ പറഞ്ഞത്. അപ്പോൾ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും കരുതാതെ, അതൊന്നും ചിന്തിക്കാൻ കഴിയാതെ, സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ചില ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവസാനം കൊണ്ടുപോയി വിശ്വാസമൊക്കെ തള്ളിക്കളഞ്ഞ് ലോക മനുഷ്യരെക്കാൾ മോശമായി ജീവിക്കുന്ന സിറ്റുവേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊന്നും പോകാതിരിക്കണമെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 6-ാമത്തെ കാര്യം വായിക്കാം. 1 തിമോത്തിയോസ് 6:10 1 തിമോത്തി ചാപ്റ്റർ 6:10 ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. പണം വർദ്ധിക്കുമ്പോൾ പണത്തോടുള്ള ആർത്തി കൂടും. അതിനുള്ളൊരു ദ്രവ്യാഗ്രഹം വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. ദ്രവ്യാഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ വിശ്വാസം വിട്ടുഴലാൻ സാധ്യതയുണ്ട്. അതുമൂലമാണ് ബഹുദുഃഖങ്ങൾക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെയുള്ള കഷ്ടങ്ങൾ പാടുകളല്ല. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം നൽകി തരികയും സന്തോഷ സമാധാന സമൃദ്ധിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വിശ്വാസം ചിലപ്പോൾ വിട്ടുഴലാനാണുള്ള നമുക്ക് സാധ്യതയുണ്ട്. വിശ്വാസമൊന്നും വേണ്ടാന്ന് തോന്നുന്ന ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ തുടക്കം തൊട്ടേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ഈ സെക്ഷൻ കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വിശ്വാസത്തിൽ ഒരു വർധനം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ഇന്ന് പലരും ദുഃഖിതരാണ്, സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? വിശ്വാസത്തിൽ നിന്ന് വിട്ടുഴന്നിരിക്കുകയാണ്. കുറച്ച് വഴി മാറിപ്പോയിരിക്കുന്നു. ഉഴന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകേണ്ട വഴി വഴി തെറ്റി യാത്ര ചെയ്യുക. നമ്മൾ GPS ഇട്ടു, പക്ഷേ ഒരു ടേൺ എടുക്കാൻ മറന്നുപോയി, അവിടുന്ന് തെറ്റിപ്പോയി, പിന്നെ കുറേ വട്ടം കറങ്ങി ലൈനിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര. ഇതുപോലെ വിശ്വാസ ജീവിതത്തിൽ ട്രാക്ക് തെറ്റിപ്പോകുന്ന യാത്ര നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുദുഃഖങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. 7-ാമത്തെ കാര്യം കൂടെ പറയട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തിയോസ് 6:21 1 തിമോത്തി ചാപ്റ്റർ 6:21 ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ആ ജ്ഞാനം, ഒരു ജ്ഞാനം, പ്രത്യേകമായ ഒരു ജ്ഞാനം വരുന്നുണ്ട്. ആ ജ്ഞാനം വിട്ട് ചിലർ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വിട്ട് തെറ്റിപ്പോകുന്ന പറയുന്നത്. അത് ഏതാ ജ്ഞാനം? തൊട്ടുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വ്രതാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏതാ ജ്ഞാനം? ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ, എന്താ വ്യാജമായി പേർ പറയുന്ന ജ്ഞാനം? അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വചനത്തിൽ നേരിട്ട് മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഒരു സംഗതി വരാൻ പോകുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അത് വന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഭക്തിവിരുദ്ധമായ വ്രതാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും കൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു തരും, ബുദ്ധി പറഞ്ഞു തരും.
അത് കുറെ കാര്യങ്ങൾ പറയും, ഇങ്ങനെയാണ്, അത് അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും പറയും ഇനി ദൈവമൊന്നും ഇല്ലേ, ദൈവം ബുദ്ധി തന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് കണക്കാ, ഇപ്പൊ എന്ത് വലിയ ജ്ഞാനമോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്നാലെ ചിലരങ്ങ് തിരിക്കും. അങ്ങനെ വന്നിട്ട് എന്ത് സംഭവിക്കും, വിശ്വാസം വിട്ട് തെറ്റിപ്പോവും. ഈ യന്ത്രങ്ങളുടെ പിന്നാലെ ഈ ദുഷ്ട വിഷാദ് കൊണ്ടുവരുന്ന ചില ചിന്തകൾക്കനുസരിച്ച് തർക്കങ്ങളും ലാഭങ്ങളെയൊക്കെ ചിന്തിച്ച് അതിന്റെ പിന്നാലെ പോയിട്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഈ 7ാമത്തെ സ്റ്റേജിലെത്തി നിൽക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ വ്യാജമായി പറയുന്ന ജ്ഞാനത്തിന്റെ അടുക്കൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ തലമുറ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുറ പലരും അത് സ്വീകരിച്ചിട്ട് അതാണ് ദൈവം എന്ന് ചിന്തിക്കുന്ന, ഞാനാ ദൈവം എന്ന് പറയുന്ന ചിന്തയിലേക്കൊക്കെ പോയി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എത്ര വ്യക്തമായി മുൻകൂട്ടി തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇത്രയും 7 കാര്യങ്ങൾ വന്നു കിടക്കുന്നത് കൊണ്ട് ദൈവക്കളെ നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ചേ പറ്റുള്ളൂ. വിശ്വാസം വർദ്ധിച്ച് കിട്ടുക തന്നെ വേണം. വിശ്വാസം വർദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാം, വിട്ടുഴലാം, അതേപോലെ തള്ളിക്കളഞ്ഞു പോകാം. നമുക്ക് വലിയ പരാജയങ്ങൾ സംഭവിക്കാനായിട്ട് കാര്യമുണ്ട്. വിശ്വാസം പോയി പോകാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസം കണ്ടെത്താൻ പോലും ഇല്ലാത്ത വിധത്തില്, ഒരു നുള്ളു പോലും എടുക്കാനില്ലാത്ത വിധത്തില് വിശ്വാസം ഇല്ലാതെയായി പോകുന്ന സിറ്റുവേഷൻ വരെ മുന്നിൽ കാണുന്നത് കൊണ്ട് നിർബന്ധമായും ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഓരോ ദിവസത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, കർത്താവേ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. അതാണ് പ്രധാനപ്പെട്ടമായ കാര്യങ്ങൾ. ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? ഇപ്പൊ പലരും പറഞ്ഞു പല കാര്യത്തിൽ വിശ്വസിക്കുക, എയിൽ വിശ്വസിക്കുന്നവര് അല്ലെങ്കിൽ മറ്റ് പല ലോകകാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ദൈവമക്കൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 7 കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് താല്പര്യമാണ്. ദൈവമക്കൾ വിശ്വസിക്കേണ്ട 7 കാര്യങ്ങൾ. അങ്ങനെ വിശ്വസിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്നും കൂടെ ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയാം, അതിനുശേഷം വിശദീകരിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 Chronicles chapter 20 verse 20, 20 അതിന്റെ ആ വാക്യത്തിന്റെ 2ാം ഭാഗത്ത് ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. അപ്പോ നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ദൈവമായ യഹോവയിൽ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ എന്താ ഗുണം? നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൽ നല്ല വിശ്വാസം വേണം. പല ദൈവങ്ങളിലല്ല വിശ്വസിക്കേണ്ടത്, ഏകസത്യ ദൈവമായ യഹോവയിൽ തന്നെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഒന്നാമത് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ദൈവത്തെ ഒന്ന് വിശ്വസിക്കണം. എന്താ ദൈവത്തെ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവം സർവശക്തനാണ്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ദൈവമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ദൈവമാണ് സർവത്തെയും ഭരിക്കുന്നത്. അവൻ രാജാതി രാജാവാണ്, അത് കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ള ദൈവമാണ്, നീങ്ങിപ്പോകാത്ത ദൈവമാണ്. ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മുടെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ ഇളകി പോയിക്കൊണ്ടേയിരിക്കും. അവര് പറയുന്നതും ഇവര് പറയുന്നതും ഒക്കെ കേട്ട് നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ വിശ്വാസം പോയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? വിശ്വസിക്കേണ്ടത് യഹോവയിൽ വിശ്വസിക്കണം. ആ വാക്യത്തിന്റെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. അപ്പൊ 2ാമത് പറയേണ്ട വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ പ്രവാചകന്മാരെ അരുളപ്പാട് പറഞ്ഞ് വാക്തത്വം പറഞ്ഞ് നമ്മളോട് പറയുന്ന ദൂത് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ദൈവത്തിന്റെ ദാസനാണോ അല്ലയോ എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് പരാജയം വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം ആരാണ് ദൈവദാസൻ, ആരാണ് ദൈവത്തിന്റെ മകൻ, ദൈവത്തിൽ ആരാണ്. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവിനെ അനുഗമിക്കുന്നവനാണ് കർത്താവിന്റെ ദാസൻ. അല്ലാത്തവരൊക്കെ ദ്രവ്യദാസന്മാരാ കുറെ ഉള്ളത്. ദ്രവ്യം ലക്ഷ്യമാക്കിയാണ് അവർ ദൂത് പറയുന്നത്. പണമാണ് അവരുടെ ചിന്തയെ അവർ ഭരിക്കുന്നത്. അവരുടെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്ന പണമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട. എന്നാൽ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, കർത്താവിനെ അനുഗമിക്കുന്നു. എങ്ങനെയാണ്? കർത്താവിനെ പോലെ നടക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ആ കർത്താവിനുള്ള ക്ഷമ, താഴ്മ എല്ലാം കൃത്യമായി കാണാനായിട്ട്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവരാണ്. സൗമ്യതയും താഴ്മയും ഇല്ലാത്ത ഒരാളും കർത്താവിന്റെ ദാസന്മാരല്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. എന്നിട്ട് അവർ ദൂതൊക്കെ പറയുകയാണ്. ആലോചന പറയുമ്പോൾ ഒക്കെ ആലോചിക്കണം എന്താ സംഭവിക്കുന്നത്. അവിടെ വരുന്ന പരാജയം എന്താണ്? അവർ ദൈവത്തിന്റെ പ്രവാചകന്മാരൊന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കൃതാർത്ഥരാകും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ജീവിതം നയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ദൂത് കേൾക്കണം, ആ ആലോചന കേൾക്കണം. എന്നോട് എന്ത് പറയാനുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ആ ആലോചനയ്ക്കനുസരിച്ച് ആമേൻ പറയാനും സ്തോത്രം പറയാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ടാമത് വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ പ്രവാചകന്മാരെ നമ്മൾ വിശ്വസിക്കണം. ഇന്ന് സംശയം കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമായി മാറി. പ്രവാചകന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, മാർക്ക് ചാപ്റ്റർ 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മൾ വിശ്വസിക്കേണ്ടത് സുവിശേഷം വിശ്വസിക്കണം. സുവിശേഷം എന്തു പറയുന്നുവോ, ഗോസ്പൽ എന്താണോ പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കണം. അതെന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് എന്താ ഗുണം? ദൈവരാജ്യ പ്രവേശനത്തിന് സുവിശേഷം വിശ്വസിച്ചാലേ പറ്റുള്ളൂ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ഒരു അംഗത്വം നമുക്ക് കിട്ടണമെങ്കിൽ സുവിശേഷം പൂർണ്ണമായി വിശ്വസിക്കണം. സുവിശേഷം പാതി വിശ്വസിക്കലും സുവിശേഷം തള്ളിക്കളഞ്ഞിട്ടുകൊണ്ട് നമുക്ക് ദൈവരാജ്യ പ്രവേശനം ലഭിക്കില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ആര് ചോദിച്ചാലും പറയണം സുവിശേഷത്തിൽ വിശ്വസിക്കണം. നാലാമത്തെ കാര്യം മർക്കോസിന്റെ സുവിശേഷം 11:24. ഞാൻ എല്ലാം റെഫറൻസും കൂടെ പറയുന്നത് അത് വചനത്തിൽ തന്നെ ഉള്ളതാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് വചനങ്ങൾ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു പോയാൽ മതി. നാലാമത്തെ കാര്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്കും. പൗലോസിനെ ലഭിച്ചില്ല എന്ന് കണ്ടപ്പോൾ 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് നിർത്തി എന്ന് പറയുന്നത്. നമ്മൾ 3 അല്ല 300 വട്ടം പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നില്ല. കാരണം എന്താ? നമുക്ക് ലഭിച്ചു എന്നൊരു വിശ്വാസം ഉറപ്പൊന്നുമില്ല. 3 വട്ടം പ്രാർത്ഥിക്കുമ്പോഴേക്കും പൗലോസിന്റെ മറുപടി മനസ്സിലായി, ദൈവാലോചന മനസ്സിലായി, പ്രാർത്ഥന നിർത്തി. ദൈവമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും. എന്നാൽ എന്താ ഗുണം? ഈ പ്രാർത്ഥനയിൽ ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ എന്താ ഗുണം? അത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ വിശ്വസിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്കത് നിശ്ചയമായി കിട്ടും. നമ്മുടെ ജോലി സംബന്ധമായ വിഷയമാകട്ടെ, അതിനൊരു ചേഞ്ച് വേണം, ഇന്ന കാര്യം വേണം. ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് നിശ്ചയമായും ഇന്ന മാസം ഇത്രാം തീയതിക്ക് മുമ്പ് അത് ലഭിക്കുമെന്നൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്കി. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസമുണ്ട്. ഏത് വിശ്വാസം? അവിശ്വാസമാണ് നമുക്കുള്ളത്. ആ പറഞ്ഞ കാര്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാകും, നമുക്ക് സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസിയായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. ദൈവമക്കളെ, നമുക്ക് ചോർന്നു പോയ വിഷയങ്ങൾ എവിടെയാണ്? നമുക്ക് പ്രാർത്ഥനയിൽ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുക, ബലഹീനരായി പോവുക. കാരണം അവിശ്വാസം വന്ന് നിറഞ്ഞു നിൽക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുകയാണ്. കർത്താവേ, എനിക്ക് അങ്ങ് പറയുന്നത് പോലെ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനും അത് പ്രാപിപ്പാനും തക്കവണ്ണമുള്ള വിശ്വാസം എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഞ്ചാമത് യോഹന്നാന്റെ സുവിശേഷം 10:38, 10:38. യോഹന്നാൻ 10:38. എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. കർത്താവ് ഒരു സാഹചര്യത്തിൽ പറയുകയാണ്. യേശുവിനെ കുറിച്ച് വിശ്വസിക്കാത്ത യഹൂദന്മാരോട് പറയുമ്പോൾ പറഞ്ഞതാ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, ശരിയാ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ അത് വിശ്വസിച്ചേ പറ്റൂ. ദൈവപ്രവൃത്തിയെ വിശ്വസിക്കണം. മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, ദൈവപ്രവൃത്തിയെ വിശ്വസിക്കണം. ദൈവത്തിന്റെ വർക്ക് ഓഫ് ഗോഡ് നമ്മൾ വിശ്വസിക്കണം. ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ. എന്താ ചെയ്യുന്ന കാര്യം? ജന്മനാ കുരുടനായ ഒരു മനുഷ്യന്റെ കണ്ണിൽ അല്പം ചേറ് തേച്ച് വെച്ച് കഴുകാൻ പറഞ്ഞ് കഴിയപ്പോ കണ്ണവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത് ദൈവപ്രവൃത്തിയാ. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നു. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ എന്ത് വിശ്വസിക്കണം? ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് വിശ്വസിക്കണം. ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കാലില്ലാത്ത വ്യക്തിക്ക് കാലുണ്ടായ ചരിത്രം ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന റിവൈവലിൽ കാണുന്നുണ്ട്. കാലില്ലാത്ത മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാല് സൃഷ്ടിക്കപ്പെട്ടത് നേരിട്ട് കണ്ട ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും വിശ്വസിക്കണം. പ്രവൃത്തി, ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട് പലയിടത്തും. നമ്മൾ നേരിൽ കാണാൻ പോവുകയാണ്. ഈ ദിവസം ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ദൈവസഭയിൽ ദൈവ പ്രവൃത്തി ഒരിക്കലും സാധ്യമല്ലെന്ന് പറയുന്ന വിഷയങ്ങൾ ദൈവം നടത്താൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, അതിന് മുന്നോടിയായി വേണ്ടുന്ന ഒരു വിഷയമാണ് വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിക്കാതെ ദൈവസഭയിൽ ഈ പറയുന്ന അത്ഭുതങ്ങളും ദൈവപ്രവൃത്തിയും ഒന്നും നടക്കില്ല.
അതിന് തടസ്സമായിട്ടിരിക്കുന്ന വിശ്വാസം വർദ്ധിക്കണം. കർത്താവേ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, ദൈവജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവപ്രവൃത്തി കാണത്തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ദൈവപ്രവൃത്തി കാണുന്നതിന് തടസ്സമായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ അവിശ്വാസമാണ്. അവിശ്വാസം നീങ്ങി മാറി വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പൊ ദൈവപ്രവൃത്തി കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവപ്രവൃത്തിയാണ്. ആറാമത്തെ കാര്യം വായിക്കാനായിട്ട് താല്പര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 12:36. ജോൺ ചാപ്റ്റർ 12:36. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിനെ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മൾ വിശ്വസിക്കേണ്ട ആറാമത്തെ കാര്യം വെളിച്ചത്തിൽ വിശ്വസിക്കണം. എന്താ വെളിച്ചത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ. എന്തിനാ വെളിച്ചത്തിൽ വിശ്വസിക്കേണ്ടത്? വെളിച്ചത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഇരുൾ നിങ്ങളെ പിടിക്കും. എന്താ ഇരുളും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം? ഇരുളെന്ന് പറയുന്നത് അന്ധകാര ശക്തിയാണ്. അന്ധകാര ശക്തി അല്ലെങ്കിൽ പൈശാചികമായ ശക്തിയാണ് ഇരുളെന്ന് പറയുന്നത്. വെളിച്ചം എന്ന് പറയുന്നത് ജീവന്റെ വെളിച്ചം നമ്മുടെ കർത്താവാണ്. അപ്പോൾ വെളിച്ചത്തിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവൻ വെളിച്ചമാണ്, എന്റെ വഴികാട്ടിയാണ്. എല്ലാ ദുർഘട വേളയിലും അവൻ എനിക്ക് വെളിച്ചമായി എന്റെ മുന്നിലുണ്ടെന്ന് ചിന്തിക്കാനായിട്ട് കഴിയണം. അപ്പോൾ വെളിച്ചത്തിൽ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളും. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇരുള് പിടിക്കാതിരിക്കണമെങ്കിൽ വെളിച്ചത്തിൽ വിശ്വസിക്കണം. എന്നെ നയിക്കുന്നത് എന്റെ കർത്താവാണ്, വെളിച്ചമായവനാണ് എന്നെ നയിക്കുന്നത്. ഞാൻ ഇരുളിൽ തട്ടിത്തടഞ്ഞ് വീഴില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് കഴിയണമെങ്കിൽ അത് വേണം. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. ഇത് ഇന്നത്തെ പ്രശ്നമാണ്. ഇപ്പൊ മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. എന്താ വ്യക്തമാക്കാനുള്ളത്? ഇരുളിൽ നടക്കുന്നതിന്റെ ലക്ഷണം പറയുക, എവിടെ പോകുന്നു അറിയുന്നില്ല. ഉദാഹരണം പറയാം. മരണം എന്ന് പറയുമ്പോൾ പേടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു അറിയില്ല. അതിന്റെ അർത്ഥം എന്താ? വെളിച്ചത്തിൽ വിശ്വസിക്കുന്നില്ല, അവിശ്വാസം കിടക്കുക. വെളിച്ചത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ നിത്യതയിൽ കർത്താവിനോടൊപ്പമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് വരുന്നില്ല. മരണം എന്ന് പറയുമ്പോൾ പേടിയാ. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന മരണം എന്ന് പറഞ്ഞാൽ എന്താണ്ട് ലോ ആയിട്ടുള്ള കാര്യമാണെന്നാ. എന്താ നട്ടം വന്നു പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലാന്നേ, നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടിയല്ലേ. ഭാഗ്യമാണ്. ഇന്ന് മരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമാണ്. ഈ ലോകത്തിലെ ദുരിതങ്ങളിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ക്രിസ്തുവിനോട് കൂടിയുള്ള മഹാസന്തോഷത്തിൽ പ്രവേശിക്കും. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവരായി മാറണം. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളും. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട ആറാമത്തെ കാര്യം വെളിച്ചത്തിൽ വിശ്വസിക്കണം. ഏഴാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 14:1 ജോൺ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതായത് പിതാവിലും പുത്രനായ യേശു ക്രിസ്തുവിലും നമ്മൾ വിശ്വസിക്കണം. ചിലർ പിതാവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. വണ്ണസും പലതും പറഞ്ഞിട്ട് യഹോവ മാത്രമുണ്ടെന്ന് പറഞ്ഞു, പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അവിടെ ഉറപ്പിച്ചു പറയുകയാണ്, നമ്മൾ പിതാവിലും വിശ്വസിക്കണം, പുത്രനായ യേശു ക്രിസ്തുവിലും വിശ്വസിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. അപ്പൊ കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഏഴാമത്തെ കാര്യമാണ് പിതാവിലും പുത്രനിലും നമ്മൾ വിശ്വസിക്കണം. എങ്കിലേ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുള്ളൂ. അപ്പോൾ 7 കാര്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവമക്കൾ വിശ്വസിക്കേണ്ട 7 കാര്യങ്ങൾ. ഏതൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? 7 കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. 1, യഹോവയിൽ വിശ്വസിക്കണം. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്നാൽ എന്താ ഗുണം? ഉറച്ചു നിൽക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഉറച്ചു നിൽക്കില്ല. 2, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ദൈവദാസന്മാരിൽ വിശ്വസിക്കണം. എന്നാൽ നമുക്ക് കൃതാർത്ഥരാകും, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് കഴിയുള്ളൂ. 3, നമ്മൾ പറഞ്ഞത് ദൈവരാജ്യ പ്രവേശനത്തിന് സുവിശേഷത്തിൽ വിശ്വസിക്കണം. 3, സുവിശേഷത്തിൽ വിശ്വസിക്കണം. 4, നമ്മൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് കഴിയണം. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ വിശ്വസിക്കണം. ദൈവപ്രവൃത്തികളെ നമ്മൾ വിശ്വസിക്കാനായിട്ട് കഴിയണം. അത് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി എന്ന് തിരിച്ചറിയാനും അങ്ങനെ നമ്മൾ വിശ്വസിക്കാനും നമുക്ക് കഴിയണം. 6ാമത് നമ്മൾ പറഞ്ഞത് വെളിച്ചത്തിൽ വിശ്വസിക്കണം. വെളിച്ചത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഇരുള് നമ്മളെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 7ാമത് നമ്മൾ പറഞ്ഞു ഹൃദയം കലങ്ങി പോകാതിരിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞു. അടുത്തൊരു ഭാഗം കൂടെ പറയാൻ സമയം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗം പറയാൻ സമയം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാനും ചിന്തിക്കാനായിട്ട് കഴിയും. അടുത്ത കാര്യം, 3ാമത്തെ വിഷയം നമ്മൾ പറയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? ഇത്രയും നമ്മൾ പറഞ്ഞു. വിശ്വാസം വർദ്ധിച്ചില്ലെങ്കിൽ വരുന്ന പരാജയം പറഞ്ഞു. നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് പറയുന്നത്.
മാർക്കോസിന്റെ സുവിശേഷം 11:22 പറയുന്നത്, മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 22, മാർക്കോസ് 11:22 പറയുന്നത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവവിശ്വാസം മുറുകെ പിടിക്കണം. ഒന്നാമത് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ പിടിക്കണം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അത് ഇടയ്ക്ക് ദൈവത്തിൽ വിശ്വാസം, കുറച്ച് കഴിയുമ്പോൾ ദൈവവിശ്വാസം പോയി, ഒരു അവിശ്വാസം വന്ന് കയറിപ്പോയി. അത് പറ്റില്ല. സ്ഥിരമായി കോൺസ്റ്റന്റ് ആയിട്ട് ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്താനായിട്ട് കഴിയണം. എങ്കിലേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയാൽ പിന്നെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസം മുറുകെ പിടിക്കണം എന്ന് പറയാനായിട്ട് കാരണം. രണ്ടാമത് മാർക്കോസിന്റെ സുവിശേഷം 11:23, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ വിശ്വാസത്തിന്റെ മറ്റൊരു മേഖലയാണ്. അപ്പൊ അവിടെ പറയാണ്, ഹൃദയത്തിൽ സംശയം മാറ്റി വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വിശ്വസിച്ചത് പറയണം, പുറത്തു പറയണം. വിശ്വാസം പുറത്തു പറഞ്ഞില്ലെങ്കിൽ വിശ്വാസം വർദ്ധിക്കില്ല. എനിക്ക് വിശ്വാസം ഉള്ളിലുണ്ട്, പറയാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അവിശ്വാസം കിടക്കുകയാണ്, സംശയം കിടക്കുകയാണ്. സംശയം ഇല്ലാത്തവർക്ക് മാത്രമേ ധൈര്യത്തോടെ പറയാൻ പറ്റുള്ളൂ. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം നടക്കുന്നു എന്ന് പറയാനൊരു അധികാരവും ഒരു ശക്തിയും വിശ്വാസം വരുമ്പോൾ ദേവദാസന്മാർ പറയുമ്പോൾ നടക്കുന്നതിന് കാരണം അതാണ്, അത്ഭുതം നടക്കുന്നതിന് കാരണം അതാണ്. ഇവിടെ പറഞ്ഞ ഉദാഹരണം കണ്ടോ? താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് പറയാൻ പോവുക, നീ മലയോട് സംസാരിക്കുക. മല മനുഷ്യനാണോ? കർത്താവ് പറയാ, ഒരു മനുഷ്യനോട് പറയുന്ന പോലെ നീ പറയണമെന്ന് പറഞ്ഞ്, നീ നീങ്ങി കടലിൽ ചാടിപ്പോക. ചാടാൻ പറ്റിയ സാധനമാണോ മല? ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഒരു വ്യാഖ്യാനം നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, അതിനെ നോക്കി വിശ്വാസത്തോടെ പറയണം, എന്നെ വിട്ടു പോ, ഈ രോഗം എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ അത് വിട്ട് കടലിൽ പോയി ചാടുന്ന പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പൊ തൽക്കാലം മാറി പിന്നെ വരില്ല, അത് എന്നേക്കുമായിട്ടുള്ള സൗഖ്യമായി മാറുമെന്ന്. ആ വാക്കിന്റെ അർത്ഥം പവറൊന്ന് നോക്കി. ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. വിശ്വാസം നമ്മൾ പുറത്തു പറയാനായിട്ട് കഴിയണം. മനസ്സിൽ പറഞ്ഞാൽ പോരാ, യേശുവിന്റെ നാമത്തിൽ എന്റെ കൈയിന്റെ വേദന മാറിപ്പോകട്ടെ, നീ പോക എന്ന് കൽപ്പിക്കുന്ന വിധത്തിൽ അവിടെ പറയണം. അങ്ങനെ നമ്മൾ പറയണം, പുറത്തു പറയണം, ധൈര്യത്തോടെ പറയണം. ആ പറയുമ്പോൾ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയോടെയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് കാരണം അതാണ്. ഒരു ആത്മനിയോഗത്തോടെ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതാണ് വിശ്വാസത്തിന്റെ ഒരു ലെവല്. ഈ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ പോരാ, അത് സംശയമില്ലാതെ വിശ്വസിച്ചിട്ട് പുറത്തു പറയാൻ കഴിയണം, ശക്തിയോടെ പറയണം. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ അത് പറയാൻ തുടങ്ങാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ സംശയം കൊണ്ടാണ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, ധൈര്യത്തോടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞു. ആ ശാരീരിക വേദനയ്ക്ക് വേണ്ടി പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അടുത്ത ദിവസം പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് വിടുതൽ തന്നിരിക്കുക, ഇപ്പൊ വേദനകളൊന്നുമില്ലെന്ന് പറഞ്ഞു. ആരെ ഉപയോഗിച്ചാലും ഒരു ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറഞ്ഞാൽ ദൈവസഭയിൽ അത്ഭുതം നടക്കുക. ആ വീഴ്ചയിൽ സംഭവിച്ച വേദനകളും പ്രയാസങ്ങളും മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, അങ്ങനെയെങ്കിൽ ദൈവമക്കളെ നമ്മൾ ധൈര്യത്തോടെ പറയാൻ തുടങ്ങണം. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ പുറത്തു പറയാതെ നടക്കില്ല. ഒളിച്ചു വയ്ക്കരുത്. എനിക്ക് ഉള്ളിൽ പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന സംശയം കൊണ്ട് നടക്കാതെ സംശയമില്ലാതെ പറയാനായിട്ട് കഴിയണം. മൂന്നാമത് മാർക്കോസിന്റെ സുവിശേഷം 11:24 വായിക്കുന്നത്, അടുത്ത വാക്യം നേരത്തെ പറയുമ്പോൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇതെന്താ എൻ്റെ വഴി? വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് ഉണ്ടായാൽ അടുത്ത് വീണ്ടും പ്രാർത്ഥിക്കാൻ നമുക്ക് ധൈര്യം വരും. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയപ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടി, ഒരു കോൺഫിഡൻസ് കിട്ടി. ആ വിശ്വാസം വെച്ചുകൊണ്ട്, അവിശ്വാസമല്ല, അങ്ങനെ ലഭിച്ച വിശ്വാസം കൊണ്ട് നമ്മൾ പോയി അടുത്ത ആൾക്ക് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അയാൾക്ക് സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി. ഇതുപോലെ നമുക്ക് ചെയിനായിട്ട് മുന്നോട്ട് പോകണം. വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യെസ്, നടക്കും. എന്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എന്റെ വാക്കിൽ അധികാരം തന്ന്, ശക്തി തന്ന് എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്
നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. എങ്കിലാണ് പ്രാർത്ഥനയ്ക്ക് രീതി ഒന്ന് മാറ്റണം. വിശ്വസിച്ചുള്ള പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ അത് സംഭവിക്കും. നാലാമത്, മർക്കോസ് സുവിശേഷം ആ അധ്യായത്തിൽ തന്നെ കാണുന്ന ഒരു കാര്യമുണ്ട്. 11:2 നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശ്വാസം കയ്യിലിരുന്നാൽ മാത്രം പോരാ, പ്രവൃത്തി വേണം. കർത്താവ് പറയാ, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ല്, അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കാണും, നിങ്ങൾ ധൈര്യമായി പോയി അഴിച്ചിട്ടുണ്ട് പോകുന്നോളാം. പറ്റുമോ? നമ്മൾ ബുദ്ധിമുട്ട് ചിന്തിച്ചാൽ മൊത്തം റോങ്ങാ. അവിടെ ചെല്ലുമ്പോൾ കഴുതക്കുട്ടിയെ കാണുന്നത് ഒരു നിർബന്ധമില്ല. ആരെങ്കിലും അഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരുടെ കഴുതക്കുട്ടിയാണെന്നറിയില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോ. അവർ വിശ്വാസത്തോടെ പോയി. അപ്പൊ നമുക്ക് പലപ്പോഴും ഇല്ലാത്ത കാര്യം എന്നറിയോ? വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ല. വർക്ക് ഓഫ് ഫെയ്ത്ത് വേണം. അപ്പൊ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി വേണം. പലപ്പോഴും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യില്ല. വിശ്വാസം വന്നാൽ നീനക്കാരന് വേണ്ടി പ്രാർത്ഥിപ്പിൻ, കൈവച്ച് പ്രാർത്ഥിക്കണം. കരം വെച്ച് തൊട്ട് യേശു നോക്കിയെങ്കിൽ എനിക്ക് കരം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ കരം വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് ധൈര്യം വരണം. കണ്ടോ? ആ പ്രവർത്തിക്കുന്നത് നമ്മൾ ചലിക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം. ഒരിക്കൽ ഉദാഹരണം പറയാൻ സമയമില്ല, ഞാൻ വേഗം വിട്ടത് പോവാം. നമ്മുടെ അനുഭവത്തിൽ തന്നെ അറിയാം. വിശ്വസിച്ച് പ്രവർത്തിച്ച സമയത്ത് പണ്ട് ദൈവാസന്മാരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടായിട്ട് തോന്നും. എണ്ണ പൂശി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു വചനമുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ, രോഗികൾക്ക് സൗഖ്യം വരാൻ വേണ്ടി. അതുകൊണ്ട് പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കും. ആ എണ്ണ എടുത്ത് മുറിവ് പറ്റി കൊടുത്ത് വരട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങിയത് അനുഭവങ്ങളുണ്ട്, നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി നമ്മിൽ വരുമ്പോൾ അവിടെ വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അഞ്ചാമത്, ലൂക്കോസിന് സുവിശേഷം 22:32 ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഞാനോ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വാസം പോയി പോകാതിരിക്കുക. അപ്പൊ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ദൈവസഭ ചേർന്ന് പരസ്പരം പ്രാർത്ഥിക്കുക. കർത്താവ് എന്റെ വിശ്വാസം വർദ്ധിക്കണം, എന്റെ കൂട്ടുവിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരും. അപ്പൊ വിശ്വാസം വർദ്ധിക്കാനുള്ള അടുത്ത മേഖല എന്താണ്? ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ആറാമത്തത്, റോമാലേഖനം 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വചന കേൾവി കൊണ്ടാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ യെസ് അങ്ങനെ സംഭവിക്കും. ഇത് തിരുവചനമാണല്ലോ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അങ്ങനെ സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് തിരുവചന. അത് കേൾക്കുമ്പോൾ അത് സത്യവചനമാണ്, യേശു പറഞ്ഞ വചനമാണ്. അങ്ങനെ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിച്ചു വരും. അപ്പൊ എന്തിനാ വചനം കേൾക്കുന്നത്? കഴിഞ്ഞ ആഴ്ച കേട്ടു, ഈ ആഴ്ച വീണ്ടും എന്തിനാ കേൾക്കുന്നത്? വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വിശ്വാസം വർദ്ധിക്കാനുള്ള ആറാമത്തെ പരിപാടി എന്താണ്? വചന കേൾവിയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ഇബ്രായലേഖനം 13:7 ഹിബ്രു ചാപ്റ്റർ 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമ്മെ വചനമൊക്കെ പഠിപ്പിച്ചു തന്ന ദൈവവൃത്യന്മാരുണ്ട്. അവരുടെ ജീവാവസാനമൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. അവർ കൃപയിൽ നിന്ന് ജീവിച്ച് അക്കരെ നാട്ടിൽ പോയതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരുടെ ഉറച്ച വിശ്വാസം. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതുപോലെ എനിക്ക് ജീവിക്കണം, അതുപോലെ എനിക്ക് ജീവിക്കണം എന്ന് പറയാനായിട്ട് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കിയാണ് സമയം തീർന്നതുകൊണ്ട് വിശ്വാസം കൊണ്ട് സാധിക്കുന്ന 10 കാര്യങ്ങളുണ്ട്. അത് മറ്റെപ്പോഴെങ്കിലും നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരു വാക്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. അത് നമ്മുടെ തുടക്കത്തിന്റെ അവസാനമായി പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 10:15 2 കൊരിന്ത്യർ ചാപ്റ്റർ 10:15 നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, ഒരു ദിവസം പറയുക, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, നമ്മൾ പറഞ്ഞു വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പറയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാൻ ഇടയാകുന്ന പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ നമ്മുടെ അതിരിനകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊന്ന് വ്യാഖ്യാനിച്ച് പറയാം, ദൈവസഭയുടെ അകത്ത് നമ്മുടെ ഇടയിൽ അത്യന്തം വലുതായ ചില റിസൾട്ട് ദൈവം തരാൻ പോവുക. വിശ്വസിക്കാമോ? നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, ദൈവമക്കളെ ദൈവസഭയുടെ വിശ്വാസം വർദ്ധിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ അതിരിനകത്ത് നമ്മുടെ ദൈവസഭയ്ക്കകത്ത് നിങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ
ഓ ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ചില അത്ഭുതങ്ങൾ നടക്കണം. അത്യന്തം വലുതായ റിസൾട്ടിൽ എത്താൻ പോവുക. ചില വലുതായ റിസൾട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. തലമുറയ്ക്ക് വേണ്ടി ചില റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വലിയ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് പ്രാപിക്കും. ഒന്ന് പറഞ്ഞേ, അത് പ്രാപിക്കും, വലിയ റിസൾട്ട് പ്രാപിക്കും. ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ, ദൈവസഭയ്ക്കകത്ത്, ദൈവസഭയുടെ അകത്ത്, നമ്മുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം ലഭിക്കാനിടയാകും. ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന ആ വലിയ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഒരു വലിയ വ്യത്യാസം നമുക്കുണ്ടാകും. അതിനായി നാം പരിശ്രമിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.